ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിൽ മിക്കവാറും സ്ത്രീകൾക്കും പാത്രം കഴുകാൻ നല്ല മടിയുള്ളവരായിരിക്കില്ലേ. അപ്പോൾ ആ മടിയൊക്കെ മാറ്റി പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി മാറ്റാനുള്ള ഒരു കിടിലൻ ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പാത്രത്തിലെ മഞ്ഞക്കറകളൊക്കെ മാറ്റി പാത്രങ്ങൾ നല്ലതുപോലെ വെട്ടിത്തിളങ്ങാനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും പേർക്കും രാവിലെ എണീറ്റ് നല്ല ധൃതിയിലായിരിക്കില്ലേ പാത്രമൊക്കെ ചടപടേന്ന് കഴുകി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ പാത്രത്തിലൊക്കെ ചെറിയ ഒരു മഞ്ഞപ്പൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് മാറിക്കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്താലും മതി. മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഇതുപോലെ ചെയ്തു കൊടുക്കുക. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1/4 ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വീട്ടിൽ തന്നെയാണ് പാത്രം കഴുകുന്ന ലിക്വിഡ് ചെയ്തെടുക്കാറ്. അതുകൊണ്ടാണ് പാത്രം കഴുകുന്ന ലിക്വിഡിന് ഈ ഒരു നിറം. അപ്പം നമുക്ക് അവർ കെമിക്കൽ ഷോപ്പിൽ നിന്ന് തരുന്ന ആ ഒരു നിറമാണ് നമുക്ക് ആ ലിക്വിഡിന് കിട്ടാറ്. അപ്പം ഇതും കൂടെ ഞാനിവിടെ നല്ലതുപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഇതിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. മാസത്തിൽ ഒരിക്കലോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താലും മതി. പാത്രം കഴുകുന്ന സാധാ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ തന്നെയാണ്. ഞാൻ എപ്പോഴും കഴുകുന്ന സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. വലിയ പാടൊന്നുമില്ല. ഇതുപോലെ മാസത്തിലൊരിക്കൽ സോപ്പ് പൊടിയുടെ സ്മെല്ല് പാത്രത്തിൽ പിടിക്കുമെന്ന് തോന്നിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി മാറ്റി കൊടുത്തിട്ട് അതിന് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം തന്നെ പാത്രത്തിലെ വേസ്റ്റൊക്കെ നല്ലതുപോലെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പാത്രം ഒന്നും കൂടെ നല്ലതുപോലെ വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ ചായ പാത്രത്തിലും അരിപ്പയിലൊക്കെയാണ് കൂടുതലായിട്ട് മഞ്ഞക്കറ പിടിക്കാറ്. അപ്പോൾ ഈ മഞ്ഞക്കറ പിടിക്കുന്ന പാത്രങ്ങൾ മാത്രം എടുത്തിട്ടായാലും നിങ്ങൾക്ക് ഇതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് ഒരുപാട് അധികം വരുന്ന സമയത്ത് പാത്രങ്ങൾ നമ്മൾ ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതിലൊരു ചെറിയ മഞ്ഞപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ ബേക്കിംഗ് സോഡയും നാരങ്ങാനീരും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് തേച്ച് കഴുകി എടുക്കുകയെന്നുണ്ടെങ്കിൽ വലിയതായിട്ട് നമുക്ക് അതിൽ ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൈപ്പിലെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഈ സ്പൂണിൽ തന്നെ നമ്മൾ എന്നും തേച്ച് കഴുകിയാലും ഈ സ്പൂണുകളിലും കരണ്ടികളിലും ഒക്കെ ബാക്ക് സൈഡ് ചെറിയൊരു മഞ്ഞപ്പൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടി പാത്രങ്ങളൊക്കെ നല്ല പുതിയ പാത്രങ്ങൾ പോലെ തന്നെ എന്നും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. എന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ പാത്രം കഴുകുന്നതിന് നമുക്ക് അത്യാവശ്യം മിക്കവാറും സ്ത്രീകൾക്ക് മടിയായിരിക്കില്ലേ. എപ്പോഴും മടിയില്ലെങ്കിലും വല്ലപ്പോഴും എങ്കിലും ആ മടി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ മടി മാറ്റി കിട്ടുന്നതിനായിട്ട് നമുക്ക് നല്ലൊരു ടിപ്പ് ഞാനിതിൽ പറഞ്ഞുതരാം. നല്ലൊരു പാട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കോ പാട്ടോ എന്തെങ്കിലും മൊബൈലിലോ ടിവിയിലോ ഇട്ട് കൊടുത്തിട്ട് സൗണ്ട് വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മടി മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ മിക്കവാറും ചെയ്യുന്നതാണ് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊടുത്തിട്ട് പാട്ടും കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയായാലും നമ്മൾ മൊബൈലിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു വെള്ളം വീഴാത്ത ഭാഗത്തായിട്ട് എവിടെയെങ്കിലും വെച്ച് കൊടുത്തിട്ട് അത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പാത്രം കഴുകുകയെന്നുണ്ടെങ്കിൽ പാത്രം മാത്രമല്ല കിച്ചണിലെ ഏത് പണിയായാലും തന്നെ ഇതുപോലെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മടിയും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ചെയ്യുന്ന ജോലിയുടെ പാട് നമുക്ക് ഒട്ടും തന്നെ അറിയത്തില്ല കേട്ടോ. ഇതുപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമായിരിക്കുമല്ലോ രാവിലത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പാത്രം എല്ലാം കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാറ് മിക്കവാറും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് ധൃതി പിടിച്ചിട്ട് കഴുകി വെച്ചിട്ടൊക്കെ നമ്മൾ പാത്രം പെട്ടെന്ന് ഓടിച്ചിട്ട് ലിക്വിഡൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് കഴുകി വെച്ചിട്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്തായാലും തന്നെ പാത്രത്തിൽ ചെറിയൊരു മഞ്ഞപ്പൊക്കെ ഇങ്ങനെ പിടിക്കാറുണ്ട്. നമ്മൾ നീറ്റായിട്ട് കഴുകാത്തതുകൊണ്ടല്ല. പ്രത്യേകിച്ച് തേയില തിളപ്പിക്കുന്ന സമയത്തും മീൻ വറക്കുന്ന പാത്രത്തിലായാലും എല്ലാം തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു മഞ്ഞപ്പ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാറുണ്ട്. അപ്പോൾ അത് മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ സമയം കിട്ടുന്ന സമയത്ത് ഈ ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും
കുറച്ച് നാരങ്ങ നീരും സോപ്പ് പൊടി ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പാത്രം വൃത്തിയാകുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചിലവർക്ക് സോപ്പ് പൊടിയുടെ സ്മെല്ല് പാത്രത്തിൽ പിടിക്കുമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോപ്പ് പൊടി ഇട്ട് കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം നല്ലതുപോലെ വെച്ചിട്ട് കൈ കൊണ്ടിട്ട് തന്നെ ഇതുപോലെ നല്ലതുപോലെ ഇങ്ങനെ തേച്ച് കഴുകിയെടുക്കുക. അപ്പോൾ ആ സ്മെല്ല് അത്യാവശ്യം മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ. സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നു എന്ന് മാത്രം, അല്ലാതെ ആരും എന്നെ കുറ്റപ്പെടുത്തരുത്. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പം സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. പാത്രമെല്ലാം ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാത്രത്തിൽ അടിക്ക് പിടിക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ ഈ കരി പിടിക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ നമുക്ക് വെറുതെ കളയണ്ട. ഇതുപോലെ വെള്ളം നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചിട്ട് അതിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചിട്ട് ആ പാത്രം ഒരു 10 മിനിറ്റ് സമയത്തേക്ക് അതിനകത്തൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം തേച്ച് കഴുകി എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ കരിയും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ മാറി വരുന്നതായിരിക്കും. എന്തെങ്കിലും കറ പിടിച്ചിട്ടുണ്ടെങ്കിലും തന്നെ അത് പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ പാത്രമെല്ലാം ഇവിടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓൾറെഡി ആ ഒരു സോപ്പിൻ്റെ വെള്ളവും ഇതൊക്കെ വീണിട്ട് തന്നെ സിങ്ക് ഓൾറെഡി വൃത്തിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നാലും ജസ്റ്റ് ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് സിങ്കും കൂടെ ഒന്ന് ഓട്ടിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഈ സിങ്കിന് നടുക്കായിട്ട് കാണുന്നത് അതിൽ ഒരു പശ തേച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പം ഞാനിത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു പശ വെച്ചിട്ട് തന്നെ ഞാൻ പൈപ്പും ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ പൈപ്പും കാര്യങ്ങളും എല്ലാം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് സ്ലാബും എല്ലാം നമുക്ക് സ്റ്റൗ ആയാലും സ്റ്റീലിൻ്റെ സ്റ്റൗ ആയാലും നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. ഇവിടെ നന്നായിട്ട് നീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകാനും മടിയുള്ളവർക്കൊന്നും ഒട്ടും തന്നെ മടിയില്ലാതെ ഇതുപോലെ തേച്ച് കഴുകി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.